कृपालु भज हरण भवभयदारुणं नवकञ्जलोचन कञ्जमुखकर कञ्जपदकञ्जारुणं श्रीराम कन्दर्पगणितमितचवि नवनीलनीरजसुन्दरं पदपीतमानहुतरितरुचिषुचि नवमि जनकसुतावरं श्रीरामचन्द्र कृपालु भज हरण भवभयदारुणं भजु दीनबन्धु दीनेश दानवदैत्यवंशनिकन्दनं रघुनन्द आनन्दकन्द कौशल चन्द दशरथनन्दनं श्रीरामचन्द्र कृपालु भज हरण भवभयदारुणं शिरमुकुटकुण्डलतिलकचारुदार अङ्गविभूषणम् आजानुभुज सरचपथर सङ्ग्रामजितघरदूषणं श्रीरामचन्द्र कृपालु भज हरण भवभयदारुणम् इति वदति तुलसीदास शङ्करशेषमुनिमनरञ्जनं मम हृदयकञ्जनिवास कुरु कामादिफलदलगञ्जनं श्रीरामचन्द्र कृपालु भज हरण भवभयदारुणम्. ഏവർക്കും സാദര നമസ്കാരം. ബുക്സ് ഒരിക്കൽ കൂടി വ്യത്യസ്തമായ ഒരു പുസ്തകവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ എളിയ സംരംഭം തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങൾ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. വേദയിൽ കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും അർപ്പിക്കുന്ന പ്രതീക്ഷയോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ ഓരോ ചുവടും മുൻപോട്ട് പോവുക എന്ന്. ഈ നിമിഷം വരെ ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈശ്വരാനുഗ്രഹം എന്ന് മാത്രമേ പറയേണ്ടൂ. 1.5 മാസം മുൻപാണ് ശ്രീ മോഹനകൃഷ്ണൻ ഈ പുസ്തകവുമായി വേദയെ സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ രചനകൾ പരിചയമുള്ളതുകൊണ്ടും ഒരു വായനക്കാരനെന്ന നിലയിൽ അത് ആസ്വദിച്ച് വായിക്കുകയും വലിയ രീതിയിലുള്ള അറിവ് നേടുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടും വായിച്ചു നോക്കുക പോലും ചെയ്യാതെ തീർച്ചയായും ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ആ തീരുമാനം എത്രയോ ഉചിതമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ആദികാവ്യമായ രാമായണത്തിനെ അധികരിച്ച് ഭാരതത്തിൽ 300-ലധികം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര വ്യാഖ്യാനിച്ചാലും അവസാനിക്കാത്ത അറിവിൻ്റെയും ധർമ്മത്തിൻ്റെയും ആ മഹാസാഗരത്തിൽ നിന്ന് ശ്രീ മോഹനകൃഷ്ണൻ
ഒരു പിടി മുത്തുകൾ വാരിക്കൊണ്ട് വന്നപ്പോൾ, അത് വേദ ബുക്സിന് പ്രസിദ്ധീകരിക്കാൻ തന്നപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് കരുതാനാണ് ഞങ്ങൾക്കിഷ്ടം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതുകയും സസന്തോഷം ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സമ്മതമറിയിക്കുകയും അങ്ങനെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ആർ ഹരിയേട്ടനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രസാധകക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സ്വർണത്തിന് സുഗന്ധമെന്ന പോലെ ഈ ഗംഭീരമായ പുസ്തകത്തിന് അതിഗംഭീരമായ ഒരു മകുടം എന്ന പോലെയുള്ള അവതാരിക എഴുതി തന്ന ഹരിയേട്ടൻ തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഒരു ഈശ്വരനിശ്ചയം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഹരിയേട്ടന് വേദയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുസ്തകം പരിചയപ്പെടുത്തേണ്ടത് ആരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ശ്രീ മോഹനകൃഷ്ണനും ഞാനും തമ്മിൽ കുറച്ച് ദീർഘമായ രീതിയിൽ തന്നെ സംസാരിച്ചു. അവസാനം എത്തിച്ചേർന്നത് ഏറ്റവും ഉചിതമായ പേരിൽ തന്നെയാണ്. എന്നെപ്പോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്ന് ഈ മലബാറിൻ്റെ നന്മയിലേക്ക് ചേക്കേറിയ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നിരൂപണത്തിലും ആസ്വാദനത്തിലും വിമർശനത്തിലും ചാനൽ ചർച്ചകളിലും സംവാദകനായും ഒക്കെ മലയാള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറിന് ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തീർച്ചയായും പുസ്തകത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഗംഭീരമായ വിലയിരുത്തലുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് കാതോർക്കാം. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷിന് ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. NBT അംഗം, കുരുക്ഷേത്രയുടെ മുൻ ജനറൽ മാനേജർ, ഇപ്പോൾ കുരുക്ഷേത്ര പ്രകാശൻ്റെ ഡയറക്ടർ എന്നൊക്കെ നിലയിൽ ശ്രീ EN നന്ദകുമാർ എന്ന നന്ദേട്ടൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ സുപരിചിതനാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായി എന്നും എപ്പോഴും വ്യക്തിപരമായും ഔദ്യോഗികമായും ഒക്കെ തന്നെ എല്ലാ അനുഗ്രഹാശിസുക്കളുടെയും കൂടെ നിൽക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ നന്ദേട്ടനെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സ്വാർത്ഥതയായിരിക്കും. എങ്കിലും എപ്പോഴൊക്കെ ഞാൻ വിളിച്ചോ, എന്ത് കാര്യത്തിന് വിളിച്ചാലും സർവാത്മന സഹകരിച്ചിട്ടുള്ള നന്ദേട്ടൻ ഈ ചടങ്ങിൽ ആശംസയർപ്പിക്കാൻ നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട നന്ദേട്ടന് ഈ ചടങ്ങിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. RV ജയകുമാർ എന്ന ജയൻചേട്ടൻ ദേശീയ ചിന്താഗതിയുടെ ശക്തനായ പ്രയോക്താവായി, ശക്തനായ താത്വികനായി, വഴികാട്ടിയായി ഏറെക്കാലമായി നമ്മുടെ ഇടയിലുണ്ട്. RV ജയേട്ടനെയും ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ RV ജയകുമാർ എന്ന ജയൻചേട്ടനെ ഈ വേദിയിലേക്ക് സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അവസാനം പ്രത്യേകിച്ചൊരു സ്വാഗതം പറയേണ്ട കാര്യമില്ല. ഒരു കല്യാണ ചടങ്ങിലേക്ക് കല്യാണ ചെറുക്കനെ സ്വാഗതം ചെയ്യണമെങ്കിലും സ്വീകരിക്കണമല്ലോ. ഈ AR മോഹനകൃഷ്ണനെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. ഞാൻ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വളരെ ഹൃദയം നിറഞ്ഞൊരു നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ്. ഇത്ര മനോഹരമായ ഒരു രാമായണ വ്യാഖ്യാനം മലയാളിക്ക് നൽകാൻ വേദയെ തന്നെ തിരഞ്ഞെടുത്തതിന് അദ്ദേഹത്തിനോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ആ നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്
ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതവും ആശംസിക്കുന്നു. ശ്രീ AR മോഹനകൃഷ്ണൻ, സ്വാഗതം. ഇനിയും വേദയിൽ നിന്ന് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ, വേദ ബുക്സ് എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ള പുസ്തകങ്ങൾ, രചനകൾ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ തീർച്ചയായും അതുണ്ടാകും. ഈ ചടങ്ങ് വീക്ഷിക്കുന്ന, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ സുമനസ്സുകളെയും, എല്ലാ കുടുംബാംഗങ്ങളെയും, എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും, വിശേഷിച്ചും ഇന്നത്തെ അവസ്ഥയിൽ കേട്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്നത് രാമായണത്തിലൂടെ ഒരു പുനരയനം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം കാണാനും കേൾവിക്കാരെന്നിടയിൽ പങ്കെടുക്കാനുമാണ്. ശ്രീരാമനെ സംബന്ധിച്ച ഈ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ പ്രകാശകന്മാരോടും ഇതിൻ്റെ ലേഖക മഹാത്മാവിനോടും എനിക്കുള്ള കൃതജ്ഞത ഞാൻ ആദ്യമേ തന്നെ പ്രകാശിപ്പിക്കട്ടെ. ഞാൻ ഈ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഉള്ള കാരണം ഔപചാരികമല്ല, നേരെ മറിച്ച് ശ്രീരാമനെക്കുറിച്ച് ഏത് പഠനമാണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നത് ധാർമ്മികവും സാംസ്കാരികവുമായ ഒരു കർത്തവ്യമാണ് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതിനുള്ള കാരണം ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഇതുപോലെ ഉള്ള മഹാത്മാക്കളും അല്ലെങ്കിൽ മഹാവിഭൂതികളുമാണ് ഭാരതത്തിൻ്റെ ദേശീയ ജീവിതത്തെ സനാതനകാലം മുതൽ ഇന്ന് വരെ കരുപ്പിടിപ്പിച്ചു പോകുന്നത്. അപ്പോഴങ്ങനത്തെ ശ്രീരാമൻ്റെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടോ വീക്ഷണമോ ഏതാണെങ്കിലും ശരി, ആ പുസ്തകത്തിന് അതിൻ്റേതായ മഹത്വം, അതിൻ്റേതായ പ്രാധാന്യം നിശ്ചയമായും ഉണ്ട്. അത് മനസ്സിൽ വെച്ചിട്ടാണ് ആ പുസ്തകം പ്രകാശിപ്പിക്കാനുള്ള യോഗം എനിക്ക് വന്നതിന് ഞാൻ ബന്ധപ്പെട്ടവരോട് കൃതജ്ഞത പറഞ്ഞത്. ഇനി നേരിട്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ച്, ഈ പുസ്തകം എഴുതിയ ബഹുമാനപ്പെട്ട ലേഖകനെ എനിക്ക് മുമ്പേ തന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ അയ്യങ്കാളി ഞാൻ ആദ്യന്തം നല്ലപോലെ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപനം നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന തരത്തിലുള്ള ഒരു പ്രജുഡിസോട് കൂടിയിട്ടല്ല, നിഷ്പക്ഷമായും ആ വിഷയത്തിനോട് ധാർമ്മികമായ നീതി പുലർത്തിയിട്ടുമാണ് തീർത്തും ഭാവാത്മകമായി അയ്യങ്കാളിയെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്.
അത് വായിച്ചപ്പോൾ കൃതിയോടൊപ്പം തന്നെ കൃതികാരനെയും എനിക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് ഭാവാത്മകമായ വിഷയങ്ങളെ വെളിപ്പെടൂ എന്ന പരമബോധ്യം എനിക്കുണ്ടായി. അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹവും വേണ്ടത്ര സമയം കഴിഞ്ഞ പ്രകാശകനും രണ്ടുപേരും വേറെ വേറെ സമയങ്ങളിൽ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയണം. ശ്രീ മോഹനകൃഷ്ണൻ എന്നോട് ഈ പുസ്തകത്തിന് അവതാരിക എഴുതണം എന്ന് സവിനയം ആവശ്യപ്പെട്ടു. ഒന്നാമത് ആവശ്യപ്പെടുന്നത് നേരത്തെ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞ മോഹനകൃഷ്ണൻ. ആവശ്യപ്പെട്ടത് രാമായണം സംബന്ധിച്ച പുസ്തകത്തിന് അവതാരിക എഴുതാൻ. അപ്പോൾ ആ അവതാരിക എഴുതാൻ എന്തുകൊണ്ട് ഞാൻ തയ്യാറാവാതിരിക്കണമെന്നർത്ഥത്തിലാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് മുഴുവനും വായിച്ചതിന് ശേഷം ഞാൻ എന്നാലാവുന്ന തരം അവതാരിക എഴുതിയിട്ട് അയക്കുകയും ചെയ്തു. ആ അവതാരിക നിങ്ങൾക്കെല്ലാവർക്കും ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ആ അവതാരികയിൽ പറഞ്ഞതനുസരിച്ച് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഭഗവാൻ രാമനെക്കുറിച്ച് ഏത് പഠനവും ഏത് കാലത്തും പ്രസക്തമാണ്. അത് ഭാവാത്മകമായിരിക്കണം എന്ന് മാത്രം. അത് രാമനെയോ ആ കഥാപാത്രത്തിലെയോ ആളുകളെ ഓരോരോ സംഭവത്തിൽ അടർത്തി നിർത്തി അതിനെ മാത്രം വിലയിരുത്തി ഒരു വികൃത വീക്ഷണം പുറത്ത് ഇറക്കുന്ന ആളുകളെയും ആ തരത്തിൽ ചിന്തിക്കുന്നവരുടെ ആശയപ്രവണതയെയും നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് നേരെ വിപരീതമായി ഏത് കാരണം കൊണ്ടാണോ 7000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഈ രാമായണം എന്ന ഗ്രന്ഥം ഇന്ന് വരെ അതിന് തന്നെ പറഞ്ഞതനുസരിച്ച് ചന്ദ്രനും സൂര്യനും നശിക്കാത്ത കാലം വരെ ജീവിക്കുമെന്ന് പറഞ്ഞ കാര്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നും നമുക്ക് ഉപലബ്ധമാണ്. അത് കാരണം ഒന്നാമത് കോടിക്കണക്കിന് ജനസംഖ്യയുള്ള ഭാരതം, രണ്ടാമത് 300-400 സംസാരിക്കുന്ന ഭാഷകളും ഏതാണ്ട് 40ഓളം അച്ചടി ഭാഷകളുമെല്ലാം വികസിച്ച ഭാരതം. ഈ ഭാഷകളെല്ലാം വളരെ പഴക്കമുള്ള ഭാഷകൾ താനും. വിദ്യയുടെ പിന്നിൽ ഒരു കാലത്തും തിരിച്ചു പോവാത്ത ഒരു സംസ്കാരമുള്ള ഭാരതം. ഇങ്ങനെയുള്ള ഭാരതത്തിൽ എഴുതപ്പെട്ട രാമായണങ്ങൾ മാത്രം നോക്കുമ്പോൾ 300-ലധികമുണ്ട്. എഴുതുന്ന ആളുടെ വൈവിധ്യം അനുസരിച്ച് പല പല സമീപനങ്ങളുമുണ്ട്. ആദ്യകാലത്തെ രാമായണം, വാൽമീകി രാമായണം, ശ്രീരാമനെ നരനായിട്ടാണ് വാൽമീകി കാണുന്നത്. ആ നരൻ പുരുഷോത്തമനായിരിക്കണം, ഉത്തമ പുരുഷത്വത്തിൽ എത്തിയ ആളായിരിക്കണം. അങ്ങനെ എത്തിയ ഉത്തമ പുരുഷൻ കാലാന്തരത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ച് മുന്നോട്ട് പോയ ജനവിഭാഗം ദൈവമായിട്ട് കരുതി തുടങ്ങിയാൽ അതിൽ തെറ്റ് പറയാനില്ല. അതുകൊണ്ട് വാൽമീകിയുടെ രാമൻ
ദൈവത്വത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന മനുഷ്യനാണ്. അതേസമയം ഒരു 3000-4000 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ രാമൻ ദൈവമായിട്ട് കരുതപ്പെട്ട് തുടങ്ങിയതോടുകൂടി പിന്നീടുള്ള രാമായണങ്ങളുടെ സമീപനം ദൈവം നരത്വത്തിലേക്ക് അവരോഹണം ചെയ്തു വരുന്നതാണ്. അപ്പോൾ ആദ്യകാലത്തെ രാമൻ നരൻ നാരായണത്വത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ പിൽക്കാലത്തെ രാമൻ നാരായണൻ നരത്വത്തിലേക്ക് അവരോഹണം ചെയ്യുന്നതാണ്. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ രണ്ടന്തരങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന കണ്ണി എന്താണെന്ന് വെച്ചാൽ നരനായാലും നാരായണനായാലും മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൃഷ്ണൻ്റെ ഭഗവത്ഗീതയിലെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവീ സമ്പത്തി എന്ന ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് രാമൻ എന്നുള്ളതാണ്. ആ രാമൻ്റെ വ്യക്തിത്വത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് വാൽമീകിയുടെ രാമായണത്തെയും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെയും നല്ലപോലെ പഠിച്ച് ഒരു ഭാവാത്മക അപഗ്രഥനം ചെയ്ത് വിശകലനം ചെയ്ത് വിലയിരുത്തിയ ഗ്രന്ഥമാണ് ഈ പുതിയ നീക്കം അല്ലെങ്കിൽ പുതിയ പോക്ക് അല്ലെങ്കിൽ പുനരായനം എന്നുള്ളത്. അത് ഈ പുനരായനം വാസ്തവത്തിലൊരു മംഗളായനമാണ്. അതിന് ആ കാര്യം നമുക്കെല്ലാവർക്കും ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തിയ കാഴ്ചപ്പാട് തന്നെയായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും ഓരോരുത്തരെയും കാഴ്ചപ്പാട് എന്ന നിർബന്ധം പണ്ടേ മുതൽ നമ്മുടെ ഭാരതത്തെ സമൂഹത്തിനില്ല, ഇന്നും നമ്മുടെ സമൂഹത്തിനില്ല. അതുകൊണ്ടത് ഈ പറഞ്ഞ ഗ്രന്ഥകർത്താവിൻ്റെ വാശിയുമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആത്മാർത്ഥമായി അദ്ദേഹം വെളിപ്പെടുത്തി. അത്ര തന്നെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയും നിലയും വിലയും ആഴവും ഉയരവും അനുസരിച്ച് വിലയിരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. പണ്ടേ മുതൽ ഈ സ്വാതന്ത്ര്യം ഭാരതം അനുവദിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടതുകൊണ്ടാണ് വാൽമീകിയുടെ രാമായണത്തിൻ്റെ ചുവട് പിടിച്ചിട്ട് വാൽമീകിയുടെ രാമായണമല്ലാത്ത അധ്യാത്മരാമായണം തന്നെ രചിക്കപ്പെട്ടത്. അത് ഭാരതത്തിൻ്റെ രക്തത്തിലും മജ്ജയിലുമുള്ള ഉദാരഭാവത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണം വെച്ച് തന്നെ നമ്മൾ ഈ പുസ്തകത്തെ സമീപിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ പുസ്തകം വായിച്ചിട്ട് ഒരു നിരാശപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേവലാതിപ്പെടേണ്ടതോ ആയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അങ്ങനത്തെ ഒരു ഭാവാത്മകമായ രാമായണത്തെ ആസ്വദിച്ചിട്ടുള്ള കൃതി, അതും ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ സാധിക്കുന്നു. 200-ൽ കുറവാണ് പേജുകൾ. അതിന്ന് അവതരിപ്പിക്കാൻ ഉള്ള യോഗം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് കൈവന്നു. അത് സന്തുഷ്ട മനസ്സ, അതിൽ സംതൃപ്ത ബുദ്ധിയ, ആത്മാർത്ഥ ആത്മന ഞാൻ അവതരിപ്പിക്കുന്നു. ഈ അവതരിപ്പിച്ച പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ബന്ധപ്പെട്ട വിദ്വജ്ജനങ്ങൾ 2-3 പേര് ഇനിയും നമ്മുടെ ഇടയിലുണ്ട്. അവരഭിപ്രായം കേൾക്കാൻ കാത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഈ പുസ്തകത്തിന് നല്ല ഭാവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പുസ്തകം എഴുതിയ ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഇനിയും എഴുതുമാറാകട്ടെ. അതിനുള്ള ആരോഗ്യവും ബുദ്ധിയും അതിന് മൂർച്ചയും
ദൈവം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദ ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ AR മോഹനകൃഷ്ണൻ്റെ രാമായണത്തിലൂടെ ഒരു പുനരയനം എന്ന പഠനഗ്രന്ഥം സമീപകാലത്ത് രാമായണത്തെ അധികരിച്ച് വന്ന പുസ്തകങ്ങളുടെ നിരയിൽ എന്തുകൊണ്ടും വിലപ്പെട്ടതാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ അതിവിശിഷ്ടമായ സാംസ്കാരിക പൈതൃകത്തിലെ തിളങ്ങുന്ന രത്നമാണ് രാമായണം എന്ന മഹത്തായ ഇതിഹാസം. രാമായണം ഒരേ സമയം ഇതിഹാസവും അതേസമയം തന്നെ ആദികാവ്യവുമാണ്. രാമായണത്തിൻ്റെ അനശ്വരമായ സന്ദേശം, രാമായണം പ്രസരിപ്പിക്കുന്ന സാംസ്കാരികമായ വീക്ഷണം അങ്ങേയറ്റം ഭംഗിയായി കൃത്യതയോടെ ആവിഷ്കരിക്കുന്നതിൽ ശ്രീ AR മോഹനകൃഷ്ണൻ പുലർത്തിയ ജാഗരൂകത, പരിപക്വമായ പ്രതിപാദന ശൈലി, അങ്ങേയറ്റം ലളിതമായ സുഗ്രഹമായ ഭാഷാഘടന, തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിലെ കൃത്യത, ഇതൊക്കെ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. 167 പുറങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ രാമായണ പഠന ഗ്രന്ഥത്തിന് 32 അധ്യായങ്ങളാണുള്ളത്. ആ അധ്യായന ക്രമത്തിൽ പുലർത്തിയ സവിശേഷമായ ശ്രദ്ധ, അതോടൊപ്പം തന്നെ വിഷയങ്ങളെ തരംതിരിച്ച് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ചിട്ടയായി അവതരിപ്പിക്കുന്ന രീതി, ഇതൊക്കെ അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, രാമായണ കേന്ദ്രിതമായി വന്ന മുൻകാല പഠനങ്ങളെ ഗവേഷണ ബുദ്ധിയോടെ പരിശോധിക്കുകയും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ അതിലെ ആശയലോകങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തൻ്റേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഈ സമീപന രീതിയുടെ മറ്റൊരു പ്രാധാന്യം, രാമായണത്തിൻ്റെ കാതലായ ദർശനത്തെ, ആ ദർശനത്തെ നമുക്ക് ഋഷിപ്രോക്തമായ ദർശനം, ആദികവിയുടെ ദർശനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ ദർശനത്തെ വക്രീകരിക്കുവാനും ആ ദർശനത്തെ ഇകഴ്ത്തി കാട്ടിക്കുവാനുമുള്ള പരിശ്രമം പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. രാമായണ സംബന്ധിയായി എഴുതപ്പെട്ട അനേക പഠനങ്ങൾ, വിശേഷിച്ച് യൂറോപ്യൻ ചരിത്രകാരന്മാരുടെയും ദളിത് കാഴ്ചപ്പാടിലുള്ള ചരിത്ര പണ്ഡിതന്മാരുടെയും മാർസിയൻ വർഗ വിശകലനത്തിൻ്റെ കണ്ണിലൂടെ രാമായണത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരുടെയും ഒക്കെ നിലപാടുകൾ പലപ്പോഴും ഋഷിയുടെ ദർശനത്തിന് ഘടകവിരുദ്ധമായിരുന്നു. ആ ഒരു വലിയ പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാസകൃതമായ അധ്യാത്മരാമായണത്തെയും വാൽമീകികൃതമായ വാൽമീകി രാമായണത്തെയും 16-ാം നൂറ്റാണ്ടിൻ്റെ സവിശേഷ സന്ദർഭത്തിൽ പിറവിയെടുത്ത തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെയും ഒക്കെ താരതമ്യത്തിന് വിധേയമാക്കിക്കൊണ്ട് തൻ്റേതായ ഒരു ആശയലോകം അദ്ദേഹം കെട്ടിപ്പടുത്തുയർത്തുകയാണ്. അത് തീർച്ചയായും നമ്മുടെ വൈചാരിക മണ്ഡലത്തിൽ രാമായണത്തിൻ്റെ സ്ഥാനം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന വിധത്തിലാവും. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഗഹനമായൊരു അവതാരിക ഈ പുസ്തകത്തിന് വിശേഷമായ ഒരു ശോഭ നൽകുന്നുണ്ട്. ഭാരതം ആദരിച്ച, ലോകമാകെ സഞ്ചരിച്ച് രാമായണ സംസ്കൃതിയുടെ കാതൽ തിരിച്ചറിഞ്ഞ മാനനീയ ഹരിയേട്ടൻ്റെ അവതാരിക
അത് കേവലം ഒരു അവതാരിക എന്നതിലുപരി ഈ കൃതിയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു പഠനയാത്രയായി മാറുകയാണ്, ഒരു ഉത്തമ പ്രവേശികയായി മാറുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ രാമായണത്തെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം കാണാം. രാമായണത്തിൻ്റെ പ്രഭാവം ഭാരതീയ മനസ്സിനെ എவ்விധം സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ശ്രീരാമചന്ദ്രനെയും ദശരഥനെയും രാവണനെയും അതോടൊപ്പം തന്നെ രാമായണത്തിലെ നാരീരത്നങ്ങളായിട്ടുള്ള സീതയെയും താരയെയും മണ്ഡോദരിയെയും സുമിത്രയെയും കൈകേയിയെയും കൗസല്യയെയും ശബരിയെയും അടക്കം അനേക സ്ത്രീരത്നങ്ങളുടെ സൂക്ഷ്മമായ ജീവിത വ്യാപാരങ്ങളെ വിശകലനം ചെയ്യുവാനും അദ്ദേഹം ഈ പുസ്തകം അടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടാവുന്ന മറ്റൊരു പ്രത്യേകത, രാമായണത്തിനെതിരെ വിശേഷിച്ച് രാമചൈതന്യത്തിനെതിരെ പല നിലകളിൽ കൂരമ്പുകൾ തൊടുത്തുവിട്ടിട്ടുള്ള ചില സന്ദർഭങ്ങളുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. അത് സീതാപരിത്യാഗ സന്ദർഭമായാലും ബാലിയെ ശ്രീരാമൻ വധിച്ചതിലെ അധാർമികതയെ പലരും ചൂണ്ടിക്കാണിച്ചത് കൃത്യമായി വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ആ പുസ്തകം വായിച്ച് ഓരോരുത്തരും ഗ്രഹിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അതോടൊപ്പം കാലാകാലങ്ങളായി നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെ മാറാലയായി കിടക്കുന്ന രാമായണം കർക്കിടക മാസത്തിൽ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എന്ന ധാരണയെയും തിരുത്തുന്നുണ്ട്. തീർച്ചയായും രാമായണം കർക്കിടക മാസത്തിൽ സവിശേഷമായ പ്രാധാന്യത്തോടെ വായിക്കേണ്ടതാണ്. അതിൻ്റെ പിന്നിൽ നമ്മുടെ ജ്യോതിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. കേരളത്തിൻ്റെ കാലഘട്ടത്തിൽ പരമേശ്വർജി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച രാമായണ മാസം എന്ന ആശയത്തിൻ്റെ സ്വാധീനതയുണ്ട്. നമ്മുടെ കാലാവസ്ഥയുടെ സ്വാധീനതയുണ്ട്. പഴയ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ ചില സവിശേഷ സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ രാമായണം ചിരസ്ഥായിയായ ഗ്രന്ഥമാണ്. ആ ചിരസ്ഥായിത്വത്തിന് കാരണം രാമായണത്തിലെ അമര സന്ദേശങ്ങളാണ്. അത് സാഹോദര്യത്തിൻ്റെ കാര്യമാവട്ടെ, അതിൻ്റെ പാരിസ്ഥിതികമായ ഉദാത്ത ദർശനത്തിൻ്റെ തലത്തിലാവട്ടെ, അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രൻ മുന്നോട്ട് വെച്ച ധാർമ്മികമായ രാമരാജ്യം എന്ന വിശിഷ്ടമായ കൽപ്പനയുടെ തലത്തിലാവട്ടെ, അങ്ങനെ നാനാ മേഖലകളിലൂടെ രാമായണമാകുന്ന മഹാക്ഷേത്രത്തിലേക്ക് കടന്നെത്തുകയാണ് നമ്മുടെ ഗ്രന്ഥകാരൻ. അത് ഇതിഹാസത്തിൻ്റെ യഥാർത്ഥമായ നിർവചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. ഈ ഐതിഹാസികമായ ഇതിഹാസ പദത്തിൻ്റെ വിശകലനം അതിനെ പൂർണാർത്ഥത്തിൽ എടുത്തുകൊണ്ട് രാമായണത്തിൻ്റെ അനേകം അടരുകളിലേക്ക് ചാരിതാർത്ഥ്യത്തിൻ്റെ വിളക്കുമായി AR മോഹനകൃഷ്ണൻ കടന്നു ചെല്ലുമ്പോൾ അത് നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിന്, വിശേഷിച്ച് രാമായണത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഭാരതത്തിൻ്റെ വിശിഷ്ടമായ ഒരു ബോധത്തിന് മുന്നിൽ അർപ്പിക്കുന്ന വെളിച്ചമായി തീരുകയാണ്, പൂക്കളായി തീരുകയാണ്. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്നെനിക്ക് തോന്നുന്നു. മുൻവിധികളില്ലാതെ രാമായണത്തിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു. വിശേഷിച്ച് ഞാൻ ഓർക്കുകയാണ് എഴുത്തച്ഛനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനം. പല സന്ദർഭങ്ങളിലും വാൽമീകിയെയും വ്യാസനെയും എഴുത്തച്ഛനെയും ഒക്കെ സ്മരിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ കലാപമുഖരിതമായ അന്തരീക്ഷത്തിൽ കേരളത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുമ്പോൾ അയിത്തവും അനാചാരവും കൊടുകുത്തി വാഴുന്ന ഒരു ഘട്ടത്തിൽ പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ഭീകരമായ വിഷക്കാറ്റേറ്റ് കേരളീയ മനസ്സാക്ഷി നടുങ്ങി നിന്ന ഘട്ടത്തിൽ ആധ്യാത്മികതയുടെ ശംഖനാദവുമായി കലാപമുഖരിതമായ അന്തരീക്ഷത്തിൽ ശാന്തിയുടെ നിലാവുദിപ്പിച്ച പുതുമലയാണ്മയുടെ മഹേശ്വരനായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആ ദിവ്യമായ കർമ്മത്തെ, അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ പാടവത്തെ, മൂല്യബോധനത്തിൽ പുലർത്തിയ പരിപക്വമായ ശൈലിയെ ഒക്കെ വിശദീകരിക്കുവാൻ ശ്രീ AR മോഹനകൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയും രാമായണ കേന്ദ്രിതമായ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണിത്. യാതൊരു സംശയവുമില്ല, പുഴകളും മലകളും പർവ്വതങ്ങളും ഒക്കെ ഈ ലോകത്തുള്ള കാലത്തോളം
രാമായണം നിലനിൽക്കും എന്നതാണ് സത്യം. കാരണം അത് രാമചരിതമാണ്, രമയുടെ ചരിതവുമാണ്. രാമന്റെ അയനമാണ്, അതോടൊപ്പം തന്നെ രമയുടെ അയനവുമാണ്. കാവ്യം രാമായണം കൃഷ്ണം സീതയാശ്ചരിതം മഹത് എന്ന് പറയും. എഴുതിയത് ശ്രീരാമചന്ദ്രന്റെ കഥയാണെങ്കിൽ എഴുതി അവസാനിക്കുമ്പോൾ അത് സീതാദേവിയുടെ കഥയായിട്ട് പരിണമിക്കുകയാണ്. അഥവാ ഉത്തമ പുരുഷനെക്കുറിച്ച്, ഉത്തമ നാരിയെക്കുറിച്ച്, ഉത്തമ ഭരണാധികാരിയെക്കുറിച്ച്, ഉത്തമമായ നയതന്ത്രജ്ഞതയെക്കുറിച്ച്, ഉത്തമ മൂല്യങ്ങളെക്കുറിച്ച് ഭാരതത്തിന്റെ വിശിഷ്ട ഗർഭപാത്രത്തിൽ നിന്ന് പിറവിയെടുത്ത ഈ ആദികാവ്യത്തെ, ഈ മഹത്തായ ഇതിഹാസത്തെ എങ്ങനെ പഠിക്കണം, എങ്ങനെ വിലയിരുത്തണം എന്ന് രാമായണത്തെ ഉള്ളാലെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, മനന ധ്യാനപൂർവമായ സമീപനത്തോടെ വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പഠനഗ്രന്ഥം എന്ന നിലയിൽ ഇത് പണ്ഡിത പാമരഭേദമന്യേ സകലരും വായിക്കേണ്ടതാണ്. നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകർ വിശേഷിച്ചും ഈ പുസ്തകം അവരുടെ ഗ്രന്ഥശാലയിൽ ഒരു വലിയ നിധിയായി സംരക്ഷിക്കുവാൻ, ശേഖരിച്ചു വെക്കുവാൻ തയ്യാറാവട്ടെ. നമുക്കൊരു ദൗത്യമുണ്ട്. ഈ പുസ്തകം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അതുവഴി ഭഗവാന്റെ സന്ദേശമാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത്. ആ ഒരു ഈശ്വരീയ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിവിടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് രാമായണത്തിലൂടെ ഒരു പുനരയനം AR മോഹനകൃഷ്ണന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതിയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ ചെറുപുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു മോഹനകൃഷ്ണനെ പോലെയുള്ള ഒരു മലയാളത്തിന് ഒരു വലിയൊരു സംഭാവനയാണ് അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ നമുക്ക് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ മുൻകാല കൃതികൾ തന്നെ മോഹനകൃഷ്ണന് മികച്ച വാഗ്ദാനമാണ്. മലയാള സാഹിത്യക്ക് അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അയ്യങ്കാളിയെ സംബന്ധിക്കുന്ന ഗ്രന്ഥവും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ അധികരിച്ചുള്ള അദ്ദേഹത്തിന്റെ കേസരി വാരികയിലെ ലേഖനങ്ങളുമെല്ലാം നമ്മളെ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ചിത്രം ശരിക്കതാണ്. ഈ രാമായണത്തിന്റെ പുനരയനത്തിന്റെ ഒരു സവിശേഷത, അതിന്റെ അവതാരികയില് വളരെ ബഹുമാന്യായിരിക്കുന്ന ശ്രീ R. ഹരിയേട്ടൻ, കേരളത്തിന്റെ ഒരുപക്ഷെ മലയാളി എഴുത്തുകാരെ സംബന്ധിച്ച് വളരെ സുപരിചിതനായിരിക്കുന്ന, ചിന്താപരമായിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള R. ഹരി എന്ന ഹരിയേട്ടന്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ തെളിവ് ശരിക്കത. രാമായണത്തെ സാധാരണ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതിന്റെ അപ്പുറം വാൽമീകി രാമായണവും വ്യാസന്റെ അധ്യാത്മ രാമായണവും എഴുത്തച്ഛന്റെ രാമായണവും ഇത് അതാത് ഒരു വ്യത്യസ്തമായുള്ള കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിച്ച് നിരീക്ഷണം നടത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ രാമായണത്തിലൂടെ ഒരു പുനരയനം എന്ന പുസ്തകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് സാധാരണ പുസ്തക രാമായണ വായനക്കാരന്റെ അവരുടെ മനസ്സിൽ അവർക്കൊരു പക്ഷേ കൃത്യമായി തോന്നാത്ത ചില വിഷയങ്ങളാണ് ഇതിനകത്ത് ശ്രീ മോഹനകൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, സാധാരണ നമ്മള് കൗസല്യാദേവി ശ്രീരാമചന്ദ്രന്റെ അവതാര സമയത്ത്, ജനന സമയത്ത്, ആ ബാല രൂപം കാണുന്ന സമയത്ത് വളരെ ആഹ്ലാദത്തോടു കൂടിക്കൊണ്ട് ഒരു മാതാവിന്റെ മാതൃനിർവിശേഷമായ ഒരു സ്നേഹത്തോടും അതിനേക്കാൾ ഉപരിയായിട്ട് ഭക്തിയോടും കൂടിയിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ ആരാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത്, ആ സമയത്ത് ആ അമ്മ പറയുന്നത്, അമ്മ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഉള്ള ആ രൂപത്തെ കണ്ടുകൊണ്ട് കാണുന്ന സമയത്ത് ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം കൃത്യമായിട്ട് അമ്മയെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് അമ്മ ആ സമയത്ത് പറയുന്നത് ഈ ബാലരൂപത്തെ കാണുന്ന ആ രൂപത്തെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ നമുക്കറിയാവുന്ന അമ്മ ഒരിക്കൽ പോലും ഈ വസ്തുത വെളിപ്പെടുത്തുന്നില്ല. ഒരമ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മോഹനകൃഷ്ണൻ ഗ്രന്ഥത്തിനകത്ത് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്.
നമുക്ക് ഒരു ഗ്രന്ഥമായ സമയത്ത് ഒരു അവതാര പുരുഷനെ സംബന്ധിച്ച് അവതാര പുരുഷന്റെ മാതാവിന്റെ സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളമാണ്, അതൊരു കാലഘട്ടത്തിന്റെ സന്ദേശം തന്നെയാണ് ശരിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ സന്ദേശം ഇതിനകത്ത് ഈ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹരിയേട്ടന്റെ അവതാരിക്കുന്ന ഹരിയേട്ടൻ മോഹനകൃഷ്ണന്റെ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന പരാമർശവും അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ നാട്ടില് ആളുകളൊക്കെ വളരെ വളരെ പുരോഗമനവാദികളാണ്. ആ പുരോഗമനവാദികളായെങ്കിലും അവരൊക്കെ പറയും ശ്രീരാമൻ ജനിച്ചു ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് ശ്രീരാമൻ ജനിച്ചാലും ഇല്ലെങ്കിലും അതെല്ലാം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലാണ് ശ്രീരാമന്റെ സങ്കല്പങ്ങളെല്ലാം ഉള്ളത് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനകത്ത് മോഹനകൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നത് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ചരിത്ര പുരുഷന്റെ കഥയാണ്. ആ ചരിത്ര പുരുഷൻ സമൂഹത്തിൽ വരുത്താൻ ശ്രമിക്കുന്ന ശ്രദ്ധേയമായിട്ട് പരിവർത്തനത്തിന്റെ ചരിത്രമാണ് അദ്ദേഹം. ആ പരിവർത്തന ചരിത്രത്തിന്റെ കൃത്യമായിട്ട് വിവക്ഷയാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ശ്രീരാമചന്ദ്രൻ ഈ ഭാരതഭൂമിയിൽ ജനിച്ചോ എന്നതിനെ സംബന്ധിച്ച് സംശയമില്ല. രാവണവധം നടത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമില്ല. ഇത് ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു പഠന ഗ്രന്ഥമാണ് ശരിക്കും. അത് വ്യത്യസ്തമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചും കൗസല്യാദേവിയെ സംബന്ധിച്ചും വാലീവധത്തെ സംബന്ധിച്ചൊക്കെയുള്ള നമ്മുടെ നിരവധി സംശയങ്ങൾ നമുക്കുണ്ടാകാം. ആ സംശയങ്ങളെല്ലാം നമ്മുടെ കൊച്ചുബുദ്ധിക്ക് യുക്തമായ രീതിയിൽ അതിന് ചിലപ്പോൾ മറുപടി നമ്മൾ കണ്ടെത്തിയെന്ന് വരാം. ഈ മറുപടികൾ പലപ്പോഴും ഒരു താൽക്കാലികമായിട്ട് രക്ഷപ്പെടലിന്റെ മാർഗത്തിലാണ് പലപ്പോഴും വരിക. അതിന് പക്ഷേ അതിഭക്തന്മാരായിരിക്കുന്ന ആളുകൾ പോലും ഭക്തിയുടെ പാരമ്പര്യയിൽ നിൽക്കുന്ന സമയത്ത് അവർ പലതും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ സാധാരണ നമുക്കറിയാം രാമായണം ഒരു സമയത്ത് പറഞ്ഞു രാമായണം കർക്കിടക മാസത്തിൽ മാത്രമാണ് ചൊല്ലേണ്ടത്. അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ മോഹനകൃഷ്ണൻ സൂചിപ്പിക്കുന്നതാണ് രാമായണം എന്ന് പറയുന്ന മഹാകൃതി വായിക്കേണ്ടതിന് സമയത്തെത്തുകയില്ല. അത് നിങ്ങൾക്കത് മനസ്സിലാക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെല്ലാം തോന്നുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. അതിന് ചിലർ പറയാറുണ്ട് സന്ധ്യാസമയത്ത് രാമായണം വായിക്കാൻ പാടില്ല. ഈ ഗ്രന്ഥത്തിന് അവസാനം സൂചിപ്പിക്കുന്നതാണ് എപ്പോഴാണ് രാമായണം വായിക്കേണ്ടത്. രാമായണം വായിക്കേണ്ടത് എപ്പോഴും രാമായണം വായിക്കാം. ഹനുമാൻ തന്നെ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ചിന്ത, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി എന്റെ മനസ്സിൽ ഏത് സമയത്തും എക്കാലവും അത് ഉണ്ടായിരിക്കണം എന്നാണ് ആവശ്യപ്പെടുക. അതെല്ലാം ഏതെല്ലാം സമയത്താണ് ആ ഭക്തി ഉണ്ടാകുന്നത് അതിന് സമയക്ലിപ്തത ആവശ്യമില്ല. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് സാധാരണ സന്ധ്യാസമയത്ത് വായിക്കാൻ പാടില്ല. കാരണം എന്താ? സന്ധ്യാസമയത്ത് ഹനുമാൻ അവിടെ ശ്രീരാമചന്ദ്രനെ ഭജിക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചിന്ത ഏകാഗ്ര ചിന്തയ്ക്ക് നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല. സത്യത്തിൽ അതെല്ലാം തനി ഭോഷ്കായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് മോഹനകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ രാമായണം വായിക്കൂ. നിങ്ങൾക്ക് എപ്പോഴാണ് രാമായണം വായിക്കണം തോന്നുന്നത് നിങ്ങളെ തോന്നുന്ന സമയത്ത് തന്നെ നിങ്ങൾ രാമായണം വായിക്കണം. രാമായണത്തെ കുറിച്ച് പഠിക്കുവാനുള്ളതാണ്, രാമായണം മനസ്സിലാക്കാനുള്ളതാണ്, രാമായണം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ളതാണ്. അത് കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായിക്കൊണ്ട് അതിൽ ഇദ്ദേഹം സൂചിപ്പിക്കുന്ന ചില വസ്തുതയുണ്ട്. അത് BC 4-ാം നൂറ്റാണ്ടില് വാൽമീകി മഹർഷി രാമായണം രചിക്കുന്ന സമയത്തുള്ള ഒരു സാഹചര്യമല്ല AD 2-ാം നൂറ്റാണ്ടില് 2-ാം സഹസ്രാബ്ദത്തില് എഴുത്തച്ഛൻ രാമായണം രചിക്കുന്ന സമയത്ത് വാൽമീകി ചരിത്രപുരുഷനായി കണ്ടിരുന്ന ശ്രീരാമചന്ദ്രനെ ഇവിടെ തികഞ്ഞ ഭക്തിയുടെ രൂപമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ കാലത്ത് ഭക്തി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്ന കാലഘട്ടത്തില് കേരളമടക്കം അതങ്ങുന്ന പല സ്ഥലങ്ങളിലും ആവശ്യമായിരുന്നത് ഒരു ഭക്തിയുടെ രൂപത്തിലുള്ള രാമനെ തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് രാമനെ നമ്മുടെ ചിന്താഗതിക്ക് അനുസൃതമായിട്ട് നമ്മുടെ ചിന്താശേഷിക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് രാമനെ വായിച്ചെടുക്കാൻ സാധിക്കും. ഈ രാമായണത്തിന്റെ പുനരയനം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പലരെയും കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമാണ് ചെയ്യുന്നത്. അത് നമുക്ക് രാമനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ സംബന്ധിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ അപ്പുറത്ത് യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴിത്താരയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്ന ഒരു കൃതിയാണ് രാമായണത്തിലൂടെ ഒരു പുനരയനം എന്ന കൃതിയില് ശ്രീ മോഹനകൃഷ്ണൻ നിർവഹിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഷയുടെ സൗന്ദര്യമുണ്ട്,
അത്യാവശ്യം ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആള് എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം, പുസ്തകത്തിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമുക്ക് ഒറ്റ വായന നമുക്ക് വായിച്ചു പോകാൻ സാധിക്കും. ആ വായിച്ചു പോകുന്ന വായനയ്ക്ക് നമുക്ക് പലപ്പോഴും രണ്ടാമതൊരാവർത്തി നമ്മൾ വായിക്കുന്നത്, നമ്മൾ വായിക്കുന്ന കാര്യം അത് ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ എൻ്റെ ഒരു അപേക്ഷയുള്ളത്, ഇത് വായിക്കുന്നവര് ഈ പുസ്തകം രണ്ടാവർത്തി വായിക്കണം. ഒരാവർത്തി വായിച്ചാൽ പോരാ, രണ്ടാവർത്തി വായിക്കുന്ന സമയത്താണ് ഇതിൽ പറയുന്ന ഇതിന്റെ അകത്തുള്ള, സാധാരണ ഹരിയേട്ടൻ സൂചിപ്പിക്കുന്ന പോലെ ഒരു വരികൾക്കിടയിലൂടെയുള്ള സഞ്ചാരമല്ല നടത്തിയിരിക്കുന്നത്, അതിനോടൊപ്പമുള്ള സഞ്ചാരമാണ്, രാമായണത്തോടൊപ്പമുള്ള സഞ്ചാരമാണ് നടത്തിയിരിക്കുന്നത്. ആ രാമായണത്തോടൊപ്പം മോഹനകൃഷ്ണൻ സഞ്ചാരം നടത്തിയിട്ടുള്ള ഒരു വലിയ പഠന ഗ്രന്ഥം, അത് ലളിതമായുള്ള ഭാഷയിൽ നമുക്ക് ഉപയുക്തമായുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ, ഈ പുസ്തകം ഭക്തന്മാരും ഭക്തി ഉള്ളവരും ഭക്തി ഇല്ലാത്തവർക്ക് എല്ലാവർക്കും വായിക്കാം. എല്ലാവരും വായിക്കുന്നത് രാമായണത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു ലളിതമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ഇതിനകത്ത് മോഹനകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ പുസ്തകം വാങ്ങി വായിക്കണം, രണ്ടാവർത്തി വായിക്കണം എന്നുള്ളതിനാണ് ഞാൻ എൻ്റെ അപേക്ഷ. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക കേരളത്തിലെ പുസ്തക പ്രസാധന രംഗത്തെ നവാഗതരായ വേദ ബുക്സ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കവിതാ സമാഹാരങ്ങളും കഥകളും ഇതിഹാസ പഠനങ്ങളും വിവർത്തന സാഹിത്യങ്ങളുമൊക്കെയായി ഈ രംഗത്ത് തനത് മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭാർഗവക്ഷേത്രത്തെ ഭാരതഭൂമിയിൽ നിന്നും അതിൻ്റെ ദേശീയ ധാരയിൽ നിന്നും അകറ്റി നിർത്താനും അടർത്തി മാറ്റാനും കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ശക്തികൾക്ക് കരുത്തു പകരാൻ വേദ ബുക്സിൻ്റെ സാഹിതി സഭയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇന്നിവിടെ പ്രസാധനം ചെയ്യുന്ന ശ്രീ AR മോഹനകൃഷ്ണൻ്റെ രാമായണത്തിലൂടെ ഒരു പുനരയനം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് മാനനീയ ഹരിയേട്ടനാണ്. വിവിധ ഭാഷകളിലായി എഴുതിയിട്ടുള്ള രാമായണങ്ങളെ അപഗ്രഥിച്ചു പഠിക്കുകയും വാൽമീകി രാമായണത്തിൽ നിന്ന് ഇവയ്ക്കെല്ലാം വന്നു ചേർന്നിട്ടുള്ള വ്യതിചലനങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും വിവാദങ്ങളിൽ അകപ്പെട്ട കഥാസന്ദർഭങ്ങൾ ആദികവിയുടെ രാമായണത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ കവി അത് സംബന്ധിച്ച് എന്താണ് പരാമർശിച്ചിട്ടുള്ളത് എന്നെല്ലാം വസ്തുനിഷ്ഠമായി മാലോകർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ജ്ഞാന തപസ്വിയാണ് മാന്യ ഹരിയേട്ടൻ. 55 പരം പുസ്തകങ്ങൾ രചിക്കുകയും നവതിയുടെ നിറവിലും അറിവിൻ്റെ അക്ഷയഖനിയായ വേദോപനിഷത്തുകളിലും ഇതിഹാസ പുരാണാദികളിലും മുങ്ങിത്തപ്പി കനകക്കട്ടയെയും കരിക്കട്ടയെയും വേർതിരിച്ച് മാലോകർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന മാന്യ ഹരിയേട്ടൻ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അടിഞ്ഞുകൂടിയ അഴുക്കുഭാണ്ഡങ്ങളെ, അത് സ്ത്രീക്ക് ലക്ഷ്മണരേഖ വരച്ചതുൾപ്പെടെ ജാതി വർഗ വർണ്ണ ലിംഗവ്യത്യാസങ്ങളെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ കാര്യകാരണ സഹിതം വ്യവച്ഛേദിച്ച് നിരാകരിച്ച സദ്ഗുണവൈകൃതങ്ങളെ ചൂണ്ടിക്കാണിച്ച മഹാമനീഷി, ഉൽപ്പതിഷ്ണു, സൂര്യസമാനം ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മഹാത്മാവായ ഹരിയേട്ടൻ കവി പാടിയ പോലെ വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം
അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ കുടിച്ചിവിടെ. അതെ, ആ ജ്ഞാനക്ഷീരം പാനം ചെയ്താണ് ദേശീയതയുടെ വക്താക്കളും പ്രചാരകരും പ്രയാണം ചെയ്യുന്നത്. ആ മഹാനുഭാവന്റെ അവതാരിക പ്രസാധകർ രേഖപ്പെടുത്തിയതുപോലെ ഈ കൃതിക്ക് സ്വർണത്തിന് സുഗന്ധമെന്ന പോലെ മാറ്റുകൂട്ടുന്നു. ഈ കൃതിയുടെ രചയിതാവ് ശ്രീ മോഹനകൃഷ്ണൻ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ സ്വദേശിയാണ്. ചിലപ്പതികാരത്തിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് വടക്കൻ പറവൂർ. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ടി.കെ. നാരായണപിള്ളയുടെയും കേസരി ബാലകൃഷ്ണപിള്ളയുടെയും വിഹാരഭൂമിയായിരുന്ന വടക്കൻ പറവൂർ. അവിടെ നിന്നും ദേശീയതയുടെ നിസ്വനം, ധർമ്മത്തിൻ്റെ കാഹളം ശ്രീ മോഹനകൃഷ്ണനിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ശ്രീ A.R. മോഹനകൃഷ്ണൻ ശ്രീനാരായണ ഗുരുദേവന ദർശനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് കേസരി വാരികയിൽ ഗുരുപാദം തേടി എന്ന ലേഖനം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. മൗലികമായ കാഴ്ചപ്പാടോടുകൂടി ഓജസ്സാർന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ആ ലേഖനങ്ങളിലൂടെ നമുക്ക് ദർശിക്കാം. ശ്രീ A.R. മോഹനകൃഷ്ണൻ എഴുതിയ മഹാത്മാ അയ്യങ്കാളി നവോത്ഥാനത്തിൻ്റെ അഗ്നിനക്ഷത്രം എന്ന കൃതി അയ്യങ്കാളി എന്ന മഹാത്മാവിൻ്റെ ജീവിതത്തിൻ്റെയും ആശയ ആദർശങ്ങളുടെയും ദുർവ്യാഖ്യാനങ്ങളില്ലാത്ത നേർരേഖയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് മുമ്പേ, ഒരു ദശാബ്ദത്തിന് മുമ്പേ തന്നെ കർഷകരെ സംഘടിപ്പിച്ച് വിപ്ലവം നടത്തിയ അയ്യങ്കാളിക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം കൊടുക്കാത്ത ദുഷ്ടബുദ്ധിയെ തുറന്നു കാണിച്ചിട്ടുണ്ട് മോഹനകൃഷ്ണൻ ആ കൃതിയിൽ. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽ പെട്ടുകൂടാത്തവരുമായി സാമൂഹ്യ ജീവിതത്തിലെ അടിക്കാട്ടങ്ങളായി തീർന്ന അധസ്ഥിത വിഭാഗത്തെ സംഘടിപ്പിച്ച് ദേശീയ മുഖ്യധാരയിലേക്ക് ആവാഹിച്ചാനയിച്ച് പിടിച്ചു നിർത്തിയ അയ്യങ്കാളിയുടെ ജീവചരിത്ര വാങ്മയം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തകർക്ക് പാഥേയമാണ്, കൈരളിക്ക് കിട്ടിയ വരപ്രസാദമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിൻ്റെ ഉടൽപൂണ്ട രൂപമാണ്. ആ ധർമ്മിഷ്ഠൻ നടന്ന വഴികളിലൂടെ നടന്ന് ശ്രീരാമൻ കണ്ട കാഴ്ചകളിലൂടെ കണ്ണോടിച്ച് ശ്രീരാമൻ്റെ ജീവിതാനുഭവങ്ങളുടെയും തുഞ്ചത്താചാര്യൻ്റെ രചനാ വൈഭവത്തെയും അപഗ്രഥിച്ച് മഥനം നടത്തിയ മോഹനകൃഷ്ണന് കിട്ടിയ അമൃതാണ് ഈ കൃതിയിലുള്ളത്. സൂര്യചന്ദ്രന്മാരും താരാഗണങ്ങളും നിലനിൽക്കുന്നിടത്തോളം രാമായണവും നിലനിൽക്കുമെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. രാമായണത്തെ അധികരിച്ച് ദേശവിദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ നൂറുകണക്കിന് രചനകൾ ഇതിനെ സാധൂകരിക്കുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും തൻ്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്നത് ഭാരതത്തെ മനസ്സിലാക്കിയത് രാമായണ മഹാഭാരത ഇതിഹാസങ്ങളിലൂടെയാണ് എന്നാണല്ലോ. ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത കഥയുടെ പാരായണം, രാമായണ പാരായണം, അത് സമൂഹത്തിൽ വ്യാപിച്ചാൽ ജാതി വ്യവസ്ഥ തിരിച്ചു വരുമെന്നും രാമായണത്തിൻ്റെ പ്രചാരണം താനൊക്കെ വീണ്ടും കുടുമ വച്ച് നടക്കേണ്ടി വരുമെന്നും പറഞ്ഞ് രാമായണ പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ അരങ്ങ് തകർത്ത് വാഴുന്ന കാലഘട്ടത്തിലാണ് രാമായണത്തിൽ നിന്നും മൊഴിമുത്തുകൾ ശേഖരിച്ച് ആ സംസ്കാരത്തിൻ്റെ മൊഴിമുത്തുകൾ അനുവാചകർക്ക് മോഹനകൃഷ്ണൻ പകർന്നു കൊടുക്കുന്നത്. ഈ കൃതിക്ക് ആധാരം തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മ രാമായണമാണ്. ആചാര്യൻ്റെ രാമായണം മാത്രം വായിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ മഥിക്കുന്ന ഒരു പ്രഹേളികയാണ് അഹല്യാശാപം. വാൽമീകി രാമായണത്തിൽ ആദികവിയുടെ അഹല്യ ഇന്ദ്രനെ പ്രാപിക്കാൻ വെമ്പുന്ന കാമാതുരയായ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഭർതൃവഞ്ചകിയായ അഹല്യയെ
ശപിക്കുന്നതിൽ ന്യായീകരണമുണ്ട്. എന്നാൽ ആചാര്യൻ്റെ അധ്യാത്മരാമായണത്തിൽ കാമാന്ധനായ ഇന്ദ്രൻ ഗൗതമ മുനി എന്ന വ്യാജേനയാണ് അഹല്യയെ പ്രാപിക്കുന്നത്. തൻ്റെ ഭർത്താവാണെന്ന ധാരണയാലാണ് അഹല്യ വഴങ്ങുന്നതും. ആചാര്യൻ്റെ വരികൾ ഒന്ന് നോക്കൂ. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ. ആ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ച് അനങ്കാന്തനായി വന്നാനല്ലോ എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇവിടെ കാമാതുരനായ ശതമഖന്റെ ദുർവൃത്തിക്ക് അഹല്യയെ ശിക്ഷിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും? ഈ ചോദ്യത്തിന് വരികൾക്കുള്ളിൽ കടന്ന് വേപത് കൊണ്ടു നിൽക്കുന്ന അഹല്യയുടെ രൂപം ചൂണ്ടിക്കാട്ടി ഉത്തരം കണ്ടെത്തുകയാണ് ശ്രീ മോഹനകൃഷ്ണൻ. തളം കെട്ടി നിൽക്കുന്നതാവരുത് സമൂഹം. ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ലക്ഷണം ചലനാത്മകതയാണ്. ചലനാത്മക സമൂഹത്തിൻ്റെ ഊർധ്വഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് എന്താണെങ്കിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളായി മാറിക്കഴിഞ്ഞ ആചാരങ്ങളും കൈയൊഴിയണമെന്ന കാര്യത്തിൽ രാമായണത്തിലൂടെ പുനരയനം നടത്തിയ ഗ്രന്ഥകർത്താവിന് സംശയമേതുമില്ല. ജന്തുബലിയെ ന്യായീകരിക്കാൻ യുക്തിരഹിതമായ ഉക്തികൾ ഉദ്ധരിക്കുന്നതിനെ വിമർശിക്കുന്നത് നമുക്ക് ഈ കൃതിയിൽ കാണാൻ കഴിയും. വിശകലന വിശാരദനായ ശ്രീ മോഹനകൃഷ്ണൻ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ അഗ്രേസരനായിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററെ കുറിച്ച് പുസ്തകം രചിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയുന്നു. മോഹനകൃഷ്ണന്റെ തൂലിക തുമ്പിൽ നിന്നും ഉയർകൊള്ളുവാൻ പോകുന്ന ആ കൃതിക്കായി കാത്തിരിക്കുന്നുവെന്നറിയിച്ചുകൊണ്ടും സരസ്വതി കടാക്ഷം ഗ്രന്ഥകർത്താവിന് അവിഘ്നം അനവരതം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഗ്രന്ഥം വാങ്ങി നമ്മുടെ വായനയ്ക്ക് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. മാന്യ ഹരിയേട്ടൻ, മറ്റു വിശിഷ്ട വ്യക്തികൾ ഏവർക്കും നമസ്കാരം. ഈ പുസ്തകത്തിൽ ഞാൻ ഉണർത്തുന്ന ചിന്തകൾ, രാമായണ ചിന്തകൾ, അത് യാദൃശ്ചികമെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ചിന്തകൾ യാദൃശ്ചികമല്ലെങ്കിലും പുസ്തക രൂപത്തിലായത് യാദൃശ്ചികമാണെന്ന് പറയാം. ചിന്തകൾ എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാമായണത്തിൻ്റെ ആദ്യ പാരായണങ്ങളിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകളാണിത്. അതിന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം രാമായണം വായന എന്നിൽ അറിയാതെ ഏൽപ്പിച്ച, അമ്മ വാക്കുകളിലൂടെ അല്ലാതെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3.5 ദശാബ്ദങ്ങളായി ഞാൻ രാമായണം വായിച്ചു പോകും. ആ രാമായണം വായിച്ചു പോരുന്ന സമയത്ത് തന്നെ വാൽമീകി രാമായണത്തിലെയും അധ്യാത്മരാമായണത്തിലെയും ചില സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ ചില ചിന്തകളുടെ വിത്തുകൾ പാകിയിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, വാൽമീകി രാമായണത്തിൽ രാമൻ്റെ സീതാന്വേഷണത്തിനായി പുറപ്പെടുന്ന സമയത്ത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ മടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ജാംബവാൻ ബാല്യകാല ചെയ്തികളെക്കുറിച്ച് ഹനുമാനോട് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഹനുമാൻ ചാടാൻ തയ്യാറായി. പക്ഷേ അധ്യാത്മരാമായണത്തിലാകട്ടെ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിലാകട്ടെ, ആ സന്ദർഭത്തിൽ ഹനുമാൻ ചാടാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ജാംബവാൻ ആ സമയത്തൊരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. ജാംബവാൻ പറയുന്നു, നിൻ കയ്യിൽ അല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതെന്തിനെന്നോർക്ക നീ. ഈ ഒരു വാചകത്താലാണ് ഹനുമാനിലെ ആത്മവീര്യം ഉണർന്നത്. ഹനുമാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ്, സ്വത്വനിശ്ചയമില്ലായ്മയെ മാറ്റി ഒരു കൺഫർമേഷനിലേക്ക് വരുത്താനായിട്ട് ഒരു മോതിരത്തിൻ്റെ ആവശ്യം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലഘട്ടത്ത് വന്നു. ഇതെന്തുകൊണ്ട് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ചില വിത്തുകൾ പാകിയിരുന്നു. അതിനുശേഷം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൈകേയിയുടെ
കൈകേയിതനയനായ ഭരതൻ രാമനോട് വനവാസം മതിയാക്കി തിരിച്ചു വരാൻ പറയുന്നതിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് വസിഷ്ഠനോട് പറയുന്നത്, ഞാൻ കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനത്തെയും കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. പക്ഷേ ഗുഹൻ്റെ വഞ്ചിയിൽ കയറ്റുന്നത് കൈകേയിയെയും വാമശീലാംഗിയാം കൈകേയിയെ എന്ന് പറയുന്നുണ്ട്. ആ വാമശീലാംഗിയായ കൈകേയിയെ എന്തുകൊണ്ട് കയറ്റുന്നു? പൗരജനങ്ങളുടെ മുൻപിൽ എന്തുകൊണ്ട് കൈകേയിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു? ഈ ഒരു ചിന്ത എന്നിൽ ഉണർന്നു. മൂന്നാമതായി, ഞാൻ അനേകം ഉദാഹരണങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ 2-3 ഒരു പ്രത്യക്ഷത്തിലേക്ക് നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ രാമായണത്തിലുള്ള പ്രകൃതി വർണ്ണന, രാമൻ സീതയെ അന്വേഷിച്ച് കാട്ടിൽ അലയുന്ന സമയത്ത് ആ സമയത്തുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വരികൾ എന്നെ ഏറ്റവും ഹഠാത് ആകർഷിച്ച വരികളാണ്. വനദേവതമാരെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. ഇത്ര ഭംഗിയായിട്ട് പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു രാമസങ്കല്പം, അത് എൻ്റെ മനസ്സിനെ ആകർഷിച്ചു. അതുപോലെ ഏറ്റവും പലപ്പോഴും ഒരു നിഷേധാത്മക ബുദ്ധിയോടുകൂടി നാം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് രാവണൻ. പക്ഷേ ആ രാവണനുള്ള നന്മ ചില സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാവണനോട് മണ്ഡോദരി പറയുന്നു, ഈ മക്കളുടെ മക്കളും മരുമക്കളും തമ്പിമാരും മരിച്ചതിന് ശേഷം ഇനി എന്തിന് സീതാദേവിയുടെ രാമനോട് മാപ്പ് പറഞ്ഞ് സീതാദേവിയെ തിരികെ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് രാവണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് വാൽമീകി രാമായണത്തിലായാലും അധ്യാത്മരാമായണത്തിലായാലും വ്യത്യസ്തമല്ല. അതിൽ രാവണൻ ചോദിക്കുന്നു, ഇനി ഞാൻ എന്തിനു വേണ്ടി ഈ യുദ്ധം എല്ലാം അവസാനിപ്പിച്ച് എനിക്ക് വേണ്ടി മരിച്ചുപോയ സൈനികരെ ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഈ യുദ്ധത്തിന് പിന്മാറണം എന്ന് ചോദിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ഒരു പാഠമാണ്. അവർക്ക് വേണ്ടിയിട്ട് ജൈവിളിക്കുന്നവരെ ഉപേക്ഷിച്ച് പോകുന്നവർക്കുള്ള ഒരു പാഠം. ഇതുപോലെയുള്ള അനേകം ചിന്തകളാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് എന്ന് പറയാം. ഈ ചിന്തകളെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇത് വിട്ടുവാകുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അത് ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുൻപ് ഒരു കടലാസിൽ കുറിച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. നിർഭാഗ്യവശാൽ അത് ആ വസ്ത്രം അലക്കിയപ്പോൾ അത് നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം 25 വർഷത്തോളം ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ തന്നെ കിടന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, മഹാമാരിയുടെ സമയത്ത് രാമായണ മാസക്കാലം വന്നു. ആ സമയത്ത് പൊതുവെയുള്ള പ്രഭാഷണങ്ങൾ, പുറമേയുള്ള പ്രഭാഷണങ്ങളില്ല. പണ്ട് വീടുകളിൽ നിന്ന് സമൂഹമധ്യത്തിലേക്ക് രാമായണത്തെ എത്തിച്ച സ്വർഗീയ മാധവജിയുടെ കാലഘട്ടത്തിൽ നിന്ന് വിപരീതമായി ഇന്ന് ആ സമൂഹമധ്യത്തിൽ നിന്ന് വീടുകളിലേക്ക് രാമായണം തിരികെ വന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലെ ചിന്തകൾക്ക്, ആ വിത്തുകൾക്ക് ഞാൻ വെള്ളം നനച്ചു കൊടുത്തു. അതാണ് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. അത് വാട്സപ്പ് രൂപേണ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു രാമായണ പഠന ഗ്രൂപ്പിലാണ് ഞാൻ ദിവസം പ്രതി എഴുതിയിരുന്നത്. അങ്ങനെ 32 ദിവസത്തേക്ക് 32 ലേഖനങ്ങളായി എഴുതിയതാണ്. ഇന്ന് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി, പ്രത്യേകം പറയുകയാണെങ്കിൽ ആലുവയിലുള്ള ശ്രീ സുരേഷ്, അദ്ദേഹത്തിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഞാനൊരു പുസ്തകമാക്കാം എന്ന് വിചാരിച്ചത്. ഈ പുസ്തകത്തിന് ഇവിടെ എല്ലാവരും പറഞ്ഞ അഭിനന്ദനങ്ങൾക്കൊന്നും തന്നെ ഞാനല്ല അർഹൻ എന്ന് പറയട്ടെ. സൗന്ദര്യലഹരിയുടെ അവസാനത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരിയിൽ ശങ്കരാചാര്യ ഭഗവത്പാദർ പറയുന്നുണ്ട്, ഇതെല്ലാം അവിടുത്തെ തന്നെയാണ്, അവിടേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം
ഈ സമൂഹത്തിൻ്റേതാണ്, സമാജത്തിൻ്റേതാണ്. ഈ ചിന്തകളെല്ലാം തന്നെ എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ രൂപപ്പെടുത്തിയതിന് ചിന്തകൾക്കാണ് അഭിനന്ദനമെങ്കിൽ ആ ചിന്തകൾക്കും ആശയങ്ങൾക്കുമുള്ള അഭിനന്ദനം അർഹിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചു വന്ന, ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചു വന്ന സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കളാണ് ഈ ചിന്തകൾ എന്നിൽ നിക്ഷേപിച്ചത് എന്ന് പറയാം. അത് ആയിരിക്കാം അവരുടെ ചിന്തകളിൽ നിന്ന് കുറച്ച് മൂർച്ച കൂട്ടി ഞാൻ പ്രയോഗിച്ചതായിരിക്കാം. ആ മൂർച്ച കൂട്ടലിനുള്ള അഭിനന്ദനം മാത്രമേ ഞാൻ അർഹിക്കുന്നുള്ളൂ. ഭാഷയ്ക്കാണ് അഭിനന്ദനമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും എന്നിൽ വർഷിച്ച ഭാഷാ പരിചയം ആയിരിക്കാം ആ അഭിനന്ദനത്തിന് കാരണം. അതുകൊണ്ട് ഈ അഭിനന്ദനങ്ങൾക്ക് പാത്രീഭൂതനാവാൻ ഞാൻ അർഹനല്ല, അത് സമാജത്തിലുള്ളതാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇതിൽ ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനമായി ഭവിച്ചത് ഹരിയേട്ടൻ്റെ അവതാരികയാണ്. ഹരിയേട്ടന് അവതാരിക എഴുതാനായിട്ട് ഞാൻ പുസ്തകം കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ ഭാവമായിരുന്നു എന്നിലുണ്ടായിരുന്നത്. അത് തീർത്തും നല്ലൊരു അവതാരിക എഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവീ സമ്പത്തിൻ്റെ ഒരു ഭാവം മാത്രമായിട്ട് എനിക്കതിനെ കാണാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ അവസാന കടമകളിലേക്ക് കടക്കട്ടെ. ഇതിന് അവതാരിക എഴുതുകയും പ്രകാശനം നടത്തുകയും ചെയ്ത മാന്യ ഹരിയേട്ടനോട് നന്ദി പറയുന്നത് ഒരു അധികപ്പറ്റാവും എന്നെനിക്ക് തോന്നുന്നു. സാധാരണ ഗുരുക്കന്മാർക്ക് ഗുരുദക്ഷിണയാണ് സമർപ്പിക്കേണ്ടത്. ഗുരുദക്ഷിണ സമർപ്പിക്കുക എന്നതുകൊണ്ട് ഈ നന്ദി വാചകം ഒരു ഗുരുദക്ഷിണയായി സ്വീകരിക്കണം എന്ന അപേക്ഷയോടെ നന്ദി. അടുത്തത് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ RV ജയകുമാർ. അദ്ദേഹത്തെ അല്പം നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം അതിന് തുനിഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടി എന്നോട് ചോദിച്ചു, ഞാൻ തന്നെ വേണോ എന്നുള്ള അഭിപ്രായം ചോദിച്ചു. ഞാൻ തീർത്തും പറഞ്ഞു, അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥന നിരസിക്കാതിരിക്കാൻ പാകത്തിനുള്ള ഒരടുപ്പം അദ്ദേഹവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭ്യർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിന് അനേകായിരം നന്ദി. പുസ്തകം പരിചയപ്പെടുത്തിയത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാർ. കുറഞ്ഞ വർഷങ്ങളിലെ പരിചയം മാത്രമേ അദ്ദേഹവുമായുള്ളൂ. 2 വർഷത്തെ പരിചയം മാത്രമേ അദ്ദേഹവുമായുള്ളൂ. പക്ഷേ 2 വർഷത്തെ പരിചയം അതിപരിചയമായി മാറിയ ഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് ഈ അഭ്യർത്ഥന വച്ചപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അതിപരിചയത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ടാണ്, ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനും ഞാൻ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദേട്ടൻ EN നന്ദകുമാർ നാഷണൽ ബുക്ക് ട്രസ്റ്റ് മെമ്പറാണ്. നേരത്തെ കുരുക്ഷേത്രയുടെ MD ആയിരുന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ചെയർമാനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും എറണാകുളത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള നന്ദേട്ടനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്ന ഒരു അധികപ്പറ്റാണെന്നുള്ള ഓർമ്മയോടുകൂടി തന്നെ പിന്നീട് ഇത് പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടത്ര പ്രചരണം കൊടുത്ത് സമയാസമയങ്ങളിൽ എന്നെ ഫോൺ ചെയ്യുകയും, ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്യും. ശ്രീ ഷാബു പ്രസാദ്, ഞങ്ങൾ തമ്മിൽ ഒരു തവണയേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. എങ്കിൽ പോലും ആ അഭ്യർത്ഥന അദ്ദേഹം പുസ്തകമാക്കാനായിട്ട് ചോദിച്ച അതേ നിമിഷം അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിച്ചു. അദ്ദേഹം എന്നിട്ട് അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചു. നല്ല രീതിയിൽ അത് പുസ്തകമാക്കാനായിട്ട് സഹായിച്ചു. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അറ്റ് ലാസ്റ്റ് നോട്ട് ഫോർ അറ്റ് ലീസ്റ്റ് ശ്രീമതി ജിഷ PP. ജിഷയ്ക്ക് ഇത്രയും മനോഹരമായ ഒരു കവർ പേജ്, അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ ഇത് തിരുത്താൻ വേണ്ടിയിട്ട്
ബുദ്ധിമുട്ടിയിരുന്ന ശ്രീമതി ജിഷയ്ക്ക് നന്ദി പറഞ്ഞാൽ അത് അവഹേളനമായി മാറും എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ എങ്കിലും ആ മാന്യ സഹോദരിക്ക് നന്ദി പറയാതെ തരമില്ല. ഇതിനേക്കാൾ എല്ലാം കൂടുതലായിട്ട് ഇത് വായനക്കാരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് ഏറ്റെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹരിയേട്ടൻ ഇത് പ്രകാശനം ചെയ്തത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും മുഴുവൻ സമാജത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും രാമായണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകാം. ഇത് രാമായണത്തെക്കുറിച്ചുള്ള അവസാന ചിന്തയല്ല, രാമായണ ചിന്തകൾക്ക് അവസാനമില്ലെന്നുള്ളതാണ് രാമായണ ചിന്തകളുടെ അവസാനം. അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടുപോയിട്ടുള്ള ചിന്തകളുടെ മേച്ചിൽപ്പുറങ്ങളിൽ മേയാൻ ഇവിടുത്തെ സമസ്ത ജനങ്ങൾക്കും ഇടവരട്ടെ. എല്ലാവരും അതുപോലെ രാമായണത്തെ വീക്ഷിക്കാനും പുതിയ പുതിയ ചിന്തകൾ പുറത്തേക്ക് വരാനും ഇടവരട്ടെ. ആ ചിന്തകളായിരിക്കട്ടെ, അതിൻ്റെ പ്രകാശമായിരിക്കട്ടെ ഭാരതത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. അതായിരിക്കും ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദീപസ്തംഭം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നന്ദി.